ഒരു ക്രൈം ത്രില്ലറിനെ വെല്ലുന്ന ഒരു സംഭവമാണ് ഹൈദരാബാദിലെ ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ സംഭവിച്ചത്. നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി ഒരു കുഞ്ഞിന് വേണ്ടി ഫെർട്ടിലിറ്റി ചികിത്സ തേടുന്നു, മാസങ്ങൾ കാത്തിരിക്കുന്നു, ഒടുവിൽ ലഭിക്കുന്ന കുഞ്ഞിന് നിങ്ങളുമായി ഒരു ജനറ്റിക് കണക്ഷനും ഇല്ല എന്ന് DNA ടെസ്റ്റ് വഴി മനസ്സിലാക്കുന്നു. ഇന്ത്യയിൽ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ ടെക്നോളജി അഥവാ ART നിയമങ്ങൾ 2021 മാറിയതോടെ പണത്തിന് വേണ്ടിയുള്ള കൊമേഴ്ഷ്യൽ സറഗസി നിരോധിക്കുകയും ഓൾട്രേസ്റ്റിക് സറഗസി അതായത് ദയയുടെ അടിസ്ഥാനത്തിലുള്ള പണമില്ലാത്ത സറഗസി മാത്രം അനുവദിക്കുകയും ചെയ്യുന്നു. ഈ നിയമം വന്നതോടെ സറഗസി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് നിയമപരമായ മാർഗം വളരെ ബുദ്ധിമുട്ടായി മാറി. ഈ അവസരം മുതലെടുത്താണ് ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചത്. എന്തൊക്കെയാണ് ഇവിടെ നടന്ന തട്ടിപ്പുകൾ? ഫേക്ക് സറഗസി 40 ലക്ഷം രൂപ വരെ വാങ്ങി ഇവർ ദമ്പതികളെ കബളിപ്പിച്ചു. സറഗസി നടന്നു എന്ന് ദമ്പതികളെ വിശ്വസിപ്പിച്ച് യഥാർത്ഥത്തിൽ ഇവരുമായി ഒരു ജനറ്റിക് കണക്ഷനും ഇല്ലാത്ത മറ്റൊരു സ്ത്രീയിൽ നിന്നും ജനിച്ച ദമ്പതികളുമായി ഒരു ബന്ധവുമില്ലാത്ത കുഞ്ഞുങ്ങളെ കൈമാറി. കുട്ടിക്കടത്ത് അഥവാ ചൈൽഡ് സെല്ലിംഗ്. ഈ സംഘം കുട്ടികളെ വിലപേശി വിൽക്കുകയായിരുന്നു. ഒരു പെൺകുട്ടിക്ക് 3.5 ലക്ഷം രൂപയും ആൺകുട്ടിക്ക് 4 ലക്ഷം രൂപയുമാണ് ഇവർ നിശ്ചയിച്ച വില. പാവപ്പെട്ട സ്ത്രീകളെ ചൂഷണം ചെയ്ത് അവരുടെ കുഞ്ഞുങ്ങളെ വാങ്ങി പണക്കാർക്ക് വിൽക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ചൈൽഡ് ട്രാഫിക്കിംഗ് ആയി ഇത് മാറി. ബീജക്കടത്ത് അഥവാ ഗമി ട്രാഫിക്കിംഗ്. തട്ടിപ്പ് ഇവിടെയും അവസാനിച്ചില്ല. ഇന്ത്യൻ സ്പേം ടെക് എന്ന പേരിൽ ഒരു അനധികൃത സ്ഥാപനം പ്രവർത്തിക്കുകയും ശുക്ലവും അണ്ടവും അഥവാ സ്പേമും എഗ്ഗും ഗുജറാത്ത്, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് അനധികൃതമായി കടത്തുകയും ഇവർ ചെയ്തിരുന്നു. നിയമം ലംഘിച്ചുകൊണ്ട് ലൈസൻസ് ക്യാൻസൽ ചെയ്ത ശേഷവും വ്യാജരേഖകൾ ഉപയോഗിച്ച് ഈ ക്ലിനിക്ക് വർഷങ്ങളോളം പ്രവർത്തിച്ചു. ഈ തട്ടിപ്പിൽ അകപ്പെട്ട ദമ്പതികൾക്ക് പണവും സമയവും മാത്രമല്ല നഷ്ടപ്പെട്ടത്, കുഞ്ഞിന്റെ ബയോളജിക്കൽ ഐഡന്റിറ്റി എന്ന അടിസ്ഥാനപരമായ അവകാശം പോലും ഇവിടെ നിഷേധിക്കപ്പെട്ടു. ഈ സംഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങളും ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്ന പുതിയ സാങ്കേതിക വിദ്യകളും നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നിയമപരമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ART സേവനങ്ങൾ ആവശ്യക്കാർക്ക് എത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം അടിവരയിടുന്നു.